പ്രാരാബ്ധവും പ്രശ്നങ്ങളുമായി നടക്കുന്ന അവനെ ഓർത്തിട്ടെങ്കിലും നമുക്കിതൊന്ന് നിർത്തിക്കൂടെ? പടച്ചോറുന്ന ഇരട്ട പേരിട്ട് അവനെ പലരും കളിയാക്കാറുണ്ട്. സത്യം പറഞ്ഞ അവനൊരു പടച്ചോൻ തന്നെയാ. ഒന്നിനൊരു കുറവും വരുത്താതെ ഒപ്പം പോറ്റി വളർത്തുന്ന ആ അനാഥ പിള്ളേരില്ലേ അവർക്ക്. ഒരിക്കൽ കുടക് ബസ് സ്റ്റാൻഡിൽ വെച്ച് അതുങ്ങളെ അമ്മ അവനെ പറ്റിച്ചതാണ്. ഇപ്പൊ വരാന്നും പറഞ്ഞ് 3 കുട്ടികളെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവർ സ്ഥലം വിട്ടു. കുട്ടികളെയും കൊണ്ടവൻ പുനരുപോളം കാത്തിരുന്നു. പക്ഷെ വന്നില്ല. പിറ്റേന്നാണ് അറിഞ്ഞത് അവനെ വിട്ടിയാക്കി ആ സ്ത്രീ സൂത്രത്തിൽ തടിതപ്പിയെന്ന്. ആ കൈക്കുഞ്ഞിന്റെ കുപ്പായത്തിന്റെ കീശയ്ക്കുള്ളിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. പ്രാരാബ്ധം കാരണം മക്കൾക്ക് കൂടി വിഷം കൊടുത്ത് മരിക്കാനായിരുന്നു ആ അമ്മ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ സാധിച്ചില്ല. അമ്മയുടെ മരണവും ആ എഴുത്തിലെ രഹസ്യവും ഇന്നും അവൻ ആ കുട്ടികളെ അറിയിച്ചിട്ടില്ല. കുട്ടികൾക്ക് അനാഥത്വം തോന്നാതിരിക്കാൻ അമ്മ എഴുതിയ ആ എഴുത്ത് ഉടമ്പടി പ്രമാണമായിട്ട് അവൻ സ്ഥാപിക്കും. ആ കുട്ടികളുടെ സന്തോഷത്തിനായി മാസത്തിലൊരിക്കൽ കാശ് മുടക്കിയവൻ കോടീശ്വരനാകും. അതൊക്കെയാ ആ പടച്ചോന്റെ തമാശകൾ. ഒന്ന് വേഗം നടന്നേ. വീട്ടിൽ ചെന്നിട്ട് വേണം വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ. പിള്ളേരല്ലേ, മേളവും പൂരവും കഴിഞ്ഞ പറമ്പ് പോലെ അവരുടെ മനസ്സ്. 3-4 ദിവസം എടുക്കുന്നു നേരെ ആവാൻ. പഠിച്ചാനേ